ഇന്ന് ഫയലിംഗ് ആണ് നോക്കുന്നത്. എൻ്റെ പേര് നിജു എന്നാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫയലിംഗ് 3 മെത്തേഡ്സ് ഉണ്ട്. അതായത് ഫയലിംഗ് മെത്തേഡ്സിൽ ഒന്ന് ഡയഗണൽ ഫയലിംഗ് ഉണ്ട്, ഒന്ന് ട്രാൻസ്വേഴ്സ്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ. ഡയഗണൽ ഫയലിംഗ് നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഒരു വർക്ക് പീസിന് ഡയഗണൽ ആയിട്ടാണ് 45 ഡിഗ്രി ആണ് നമ്മൾ സ്റ്റോക്സ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഹെവി റിഡക്ഷൻ വേണ്ട സ്ഥലത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഡയഗണൽ ഫയലിംഗ് ഹെവി റിഡക്ഷൻ വേണ്ട സ്ഥലത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ട്രാൻസ്വേഴ്സ് ഫയലിംഗ് കണ്ടില്ലേ, ക്ലിയർലി അങ്ങോട്ടും ഇങ്ങോട്ടും. ദി ഫയൽ സ്റ്റോപ്പ് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ലോങ്ങർ സൈഡ് ഓഫ് ദി വർക്ക്. വർക്കിന്റെ ഏറ്റവും ലോങ്ങർ സൈഡായ ഈ സൈഡിനോട് 90 ഡിഗ്രി ഡയഗണൽ ആയിട്ട്, ഇതാണ് ലോങ്ങർ സൈഡ്, ഇതിനോട് 90 ഡിഗ്രി ആയി ചെയ്യുന്ന ആ മെത്തേഡാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്വേഴ്സ് ഫയലിംഗ്. ഇത് ടു റെഡ്യൂസ് മെറ്റീരിയൽ ഫ്രം ദി എഡ്ജസ് ഓഫ് ദി വർക്ക്. ഈ എഡ്ജസ് മെറ്റീരിയലിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫയലിംഗ് മെത്തേഡാണ് ട്രാൻസ്വേഴ്സ് ഫയലിംഗ്, എഡ്ജസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ദി സൈസ് ഓഫ് ദി വർക്ക് പീസ് ഈസ് ക്ലോസ് ടു ദി ഫിനിഷേഴ്സ്. നമ്മുടെ ഫിനിഷിംഗ് സൈസിനോട് നമ്മുടെ വർക്ക് പീസിനെ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് എന്ത്, ട്രാൻസ്വേഴ്സ് ഫയലിംഗ്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫയലിംഗ്. ഇതില് ഫയൽ ഈസ് മൂവ്ഡ് പാരലൽ ടു ദി ലോങ്ങർ സൈഡ് ഓഫ് ദി വർക്ക് പീസ്. നമ്മൾ ട്രാൻസ്വേഴ്സ് ഫയലിംഗിൽ 90 ഡിഗ്രി ആണ് കണ്ടതെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫയലിംഗിൽ കണ്ടില്ലേ, പാരലൽ ആയിട്ടാണ് നമ്മൾ ഫയലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. യൂഷ്വലി ഓൾ സർഫേസസ് ആർ സ്മൂത്ത് ഫിനിഷ്ഡ് ബൈ ദിസ് മെത്തേഡ്. എല്ലാ സർഫേസും നമുക്ക് എന്ത് ചെയ്യാം, സ്മൂത്ത് ഫിനിഷ് ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് കൊണ്ട് ചെയ്യാം. ഫയൽ സർഫേസ് ടെക്സ്ചർ വിൽ ഷോ യൂണിഫോം ആൻഡ് പാരലൽ ലൈൻസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതില് അവസാനം നമ്മുടെ യൂണിഫോം ആയിട്ട് ഒരു വരയും കുറിയൊന്നും ഇല്ലാതെ നമുക്ക് വർക്ക് പീസ് കിട്ടും. മൂന്ന് ടൈപ്പ് ഫയലിംഗ് മെത്തേഡാണ് പറഞ്ഞത്. ഒന്ന് ഡയഗണൽ ഫയലിംഗ്, ഒന്ന് ട്രാൻസ്വേഴ്സ് ഫയലിംഗ്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ. ഡയഗണൽ എവിടെ ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെവി റിഡക്ഷൻ വേണ്ട സ്ഥലത്താണ് നമ്മൾ ഡയഗണൽ ഫയലിംഗ് ഉപയോഗിക്കുക. അത് വർക്ക് പീസിന് 45 ഡിഗ്രി ആയിട്ട് നമ്മൾ ഫയൽ മൂവ് ചെയ്യുക. ഈ ട്രാൻസ്വേഴ്സ് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ടു ദി ലോങ്ങർ സൈഡ് ഓഫ് ദി വർക്ക് പീസ് ആണ്. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ടു ദി വർക്ക് പീസ് ആണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫയലിന്റെ ഷേപ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഇനാബിൾ ടു ഫയൽ ആൻഡ് ഫിനിഷ് കമ്പോണന്റ് ഓഫ് ഡിഫറെന്റ് ഷേപ്പ്. ഒരുപാട് വ്യത്യസ്ത തരം ഷേപ്പുകളുള്ള വർക്ക് പീസിന് വ്യത്യസ്ത തരം ഫയലുകൾ ഉപയോഗിക്കണം. ഫയൽ ഷേപ്പ് നമ്മൾ സ്പെസിഫൈഡ് ബൈ ദയർ കോസ് സെക്ഷൻ. ഒരു കോസ് സെക്ഷൻ കണ്ടിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഫയലാണെന്ന്, അല്ലെങ്കിൽ ഏത് ഷേപ്പ് ഫയലാണെന്ന് നമ്മൾ നോക്കുന്നത്. 7 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫ്ലാറ്റ് ഫയൽ ഉണ്ട്, 2 ഹാൻഡ് ഫയൽ, 3 സ്ക്വയർ ഫയൽ, റൗണ്ട് ഫയൽ, ഹാഫ് റൗണ്ട്, ട്രയാങ്കുലർ, നൈഫ് എഡ്ജ്. ഇത് ഷേപ്പിനനുസരിച്ചിട്ടാണ് ഈ 7 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫ്ലാറ്റ്, ഹാൻഡ്, സ്ക്വയർ, റൗണ്ട്, ഹാഫ് റൗണ്ട്, ട്രയാങ്കുലർ, നൈഫ് എഡ്ജ് ഫയൽ. അതിലൊന്ന് ഫ്ലാറ്റ് ഫയൽ. ഇതിന്റെ 2/3 ഭാഗം ലെങ്തിനോട് പാരലൽ ആയിരിക്കും. നമുക്ക് അടുത്ത സൈഡിൽ ചിത്രമാണ് നമുക്ക് കാണാം. ബാക്കി 1/3 ഭാഗം മാത്രം നമ്മുടെ അറ്റത്തോട് പോയിന്റിനോട് ചേർന്ന് ചെരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. ഹാൻഡ് ഫയൽ, രണ്ടാമത്തെ ഫയൽ ഹാൻഡ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ ലെങ്ത്തും ഇതിന്റെ പാരലൽ ആയിട്ടാവും പോവുക. നമ്മൾ ഈ ഹാൻഡ് ഫയലും അതുപോലെ ഫ്ലാറ്റ് ഫയലും, ഹാൻഡ് ഫയലും ഫ്ലാറ്റ് ഫയലും നമുക്ക് സിമിലർ ആണെന്ന് തോന്നും. പക്ഷെ അത് കോസ് സെക്ഷനിൽ, അല്ലെങ്കിൽ നടുഭാഗം മുറിച്ചാൽ മാത്രമേ നമുക്ക് സിമിലർ ആയിട്ട് തോന്നുള്ളൂ. വ്യത്യാസമുള്ളതിന്റെ ഈ കാര്യമാണ് പറഞ്ഞത്. 2/3 ഭാഗം ഫ്ലാറ്റ് ഫയലില് പാരലൽ ആയിരിക്കും. ഹാൻഡ് ഫയൽ ആണെങ്കിലോ മുഴുവൻ ലെങ്ത്തും പാരലൽ ആയിരിക്കും. ഇനി സ്ക്വയർ ഫയൽ ഉണ്ട്, റൗണ്ട് ഫയൽ ഉണ്ട്, ഹാഫ് റൗണ്ട് ഉണ്ട്, ട്രയാങ്കുലർ ഉണ്ട്, നൈഫ് എഡ്ജ് ഉണ്ട്. ഈ ട്രയാങ്കുലർ ഫയലിന്റെ കോസ് സെക്ഷൻ ഷേപ്പ് ട്രയാങ്കിൾ ആയിരിക്കും. പക്ഷേ നൈഫ് എഡ്ജിന്റെ ഒരു ഷാർപ്പ് ട്രയാങ്കിൾ ആയിരിക്കും. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇനി അടുത്തത്, these files have 1/3 of their length tapered. ഇതിൽ ഈ ഹാൻഡ് ഫയൽ അല്ലാത്ത എല്ലാ ഫയലിന്റെയും 1/3 ഭാഗം ടേപ്പേർഡ് ആയിരിക്കും. കാരണം നമ്മുടെ വർക്ക് പീസിലേക്ക് ഒന്ന് തുടങ്ങി വെക്കണ്ടേ, അതിനു വേണ്ടി ടേപ്പേർഡ് ആയിരിക്കും. They are available in both സിംഗിൾ ആൻഡ് ഡബിൾ കട്ട്. നമ്മൾ കട്ടുകൾ പഠിക്കുന്നുണ്ട്, ഗ്രേഡ്സ് പഠിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. ഈ ഷേപ്പുകളുള്ള ഫയൽ തന്നെ സിംഗിൾ കട്ടായിട്ടും ഡബിൾ കട്ടായിട്ടും നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ അവരുടെ ലെങ്ത് 10 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ, 25, 30, 40 സെന്റിമീറ്റർ വരെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവര് മെയ്ഡ് ഇൻ ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത് ഗ്രേഡ്സിൽ അവരെ മെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫയൽ ഷേപ്പ് മനസ്സിലായെന്ന് കരുതുന്നു. ഫ്ലാറ്റ് ഫയൽ, ഹാൻഡ് ഫയൽ, സ്ക്വയർ ഫയൽ,
റൗണ്ട് ഫയൽ, ഇത് രണ്ടും PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഫ്ലാറ്റ് ഫയൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഹാൻഡ് ഫയൽസ് ആർ സിമിലിയർ ടു ഫ്ലാറ്റ് ഫയൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ തെറ്റാണ്. സിമിലിയർ ഇൻ ക്രോസ് സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. ഇനി അടുത്തത് നമ്മുടെ ഇവരൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാണ്. ഒന്ന് ഫ്ലാറ്റ് ഫയൽ. അതിൽ ദി ഫേസസ് ആർ ഡബിൾ കട്ട്. അവരുടെ ഫേസുകൾ, ഫേസ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഡബിൾ കട്ടാണ്. കണ്ടില്ലേ, ഇങ്ങനെ നിങ്ങൾ കട്ട് കണ്ടില്ലേ. ആൻഡ് ദി എഡ്ജസ് ആർ സിംഗിൾ കട്ട്. ഈ എഡ്ജുകൾ, അതിന്റെ ഈ അറ്റം അതുപോലെ തന്നെ ഈ അറ്റം, ഇതെല്ലാം സിംഗിൾ കട്ടാണ്. ഓക്കെ ആണോ? സിംഗിൾ കട്ടാണ്. എഡ്ജസ് ആർ സിംഗിൾ കട്ട്, ഫേസസ് ആർ ഡബിൾ കട്ട്. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുക ഫേസ് ആണ്, അതുകൊണ്ടാണ് അത് ഡബിൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഫയൽസ് ആർ യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് വർക്ക്. ഈ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിക്കുന്നത് ജനറൽ പർപ്പസ് വർക്കിനാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ യൂസ്ഫുൾ ഫോർ ഫയലിംഗ് ആൻഡ് ഫിനിഷിംഗ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സർഫസ്. നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഭാഗങ്ങൾ എക്സ്റ്റേണൽ ആയാലും ഇന്റേണൽ ആയാലും നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാറ്റ് ഫയൽ ഉപയോഗിക്കാം. അവൈലബിൾ ഇൻ ഓൾ ഗ്രേഡ്സ്, ഡെഡ്, സ്മൂത്ത്, ബസ്റ്റഡ്, അങ്ങനത്തെ ഒരുപാട് ഗ്രേഡ്സ് നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാ ഗ്രേഡ്സിലും അവൈലബിൾ ആണ്. ഇതിൽ ലെങ്ത് കണ്ടോ, 1/3 ഭാഗം 1/3 ഭാഗം ടാപ്പേർഡ് ആയത് കണ്ടോ. ബാക്കി 2/3 ഭാഗം പാരലാണ്. ഇനി നെക്സ്റ്റ് നോക്കുക ഹാൻഡ് ഫയൽ നോക്കാം. സിമിലിയർ ടു ഫ്ലാറ്റ് ഫയൽ ഇൻ ദ ക്രോസ് സെക്ഷൻ. ഇതാണ് PSC മുമ്പ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. PSC ചോദിച്ചത് ഇതുവരെ മാത്രമായിരുന്നു. സിമിലിയർ ടു ദി ഫ്ലാറ്റ് ഫയൽ അങ്ങനെ മാത്രമേ ചോദിച്ചുള്ളൂ, ഇതുവരെ PSC ചോദിച്ചുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു. ഒരുപാട് പേർക്ക് അത് -പോയിന്റ് വന്നതാണ്. അതുപോലെ തന്നെ ഫേസസ് ആണ് ഡബിൾ കട്ട്. ഫേസസ് ഇതിന്റെ പോലെ ഇതിലും ഡബിൾ കട്ടാണ്. ഓക്കെ ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിൾ കട്ട് ഉണ്ട്. കണ്ടില്ലേ, ഒരു കട്ട് ഇങ്ങനെ, ഒരു കട്ട് ഇങ്ങനെ. ഇനി വൺ എഡ്ജ് സിംഗിൾ കട്ട്. ഒരു എഡ്ജ് സിംഗിൾ കട്ടാണ്. കണ്ടോ, ഒരു എഡ്ജ് സിംഗിൾ കട്ടാണ്. ദി അതർ ഈസ് ദി സേഫ് എഡ്ജ്. ഒരു എഡ്ജിൽ നമുക്ക് ഒന്നും കാണാനില്ല. ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് നമുക്ക് ഒന്നും കാണാനില്ല. കണ്ടോ, ബാക്കി ഈ 3 എഡ്ജുകളിൽ നമുക്ക് കട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ ടോപ്പ് ഭാഗം അത് സേഫ് എഡ്ജാണ്. അതായത് അവിടെ ഫ്ലാറ്റ് ആണ്, അവിടെ ഒരു കട്ടുമില്ല. അത് എന്തിനാ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുൾ ഫോർ ഫൈനിങ് സർഫസസ് വിച്ച് ആർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി സർഫസ് ഓൾറെഡി ഫിനിഷ്ഡ്. നമ്മൾ ഓൾറെഡി ഫിനിഷ് ആയ ഭാഗത്തിനോട് 90 ഡിഗ്രി ആയിട്ടുള്ള വല്ല സർഫസ് നമുക്ക് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സേഫ് എഡ്ജോട് കൂടിയ ഫയൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഫിനിഷ് ആയ ഫയലിന്മേ നമ്മളെ പരതുമ്പോൾ നമ്മളെ ഫയൽ തട്ടുകയും അതിന്റെ സ്മൂത്ത്നെസ് പോവുകയും ചെയ്യും. അപ്പൊ സേഫ് എഡ്ജ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാൻഡ് ഫയലിൽ ഒരു എഡ്ജ് സേഫ് എഡ്ജ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഫ്ലാറ്റ് ഫയലിൽ കണ്ടില്ലേ, 4 സൈഡിലും നമുക്ക് സിംഗിൾ കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഷേപ്പാണ് സ്ക്വയർ ഫയൽ. ഷേപ്പ് കണ്ടില്ലേ, കറക്റ്റ് സ്ക്വയർ ആയിട്ട്. ഫോർ ഫയലിംഗ് സ്ക്വയർ ഹോൾസ്, അതുകൊണ്ട് തന്നെ സ്ക്വയർ ഹോള്, സ്ക്വയർ കോർണേഴ്സ്, റെക്ടാങ്കുലർ ഓപ്പണിങ്സ്, ഇത് നമുക്ക് ഡൗട്ട് വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതും കീവേ സ്പ്ലൈൻസ്, ഇതും ഉപയോഗിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ഫയൽ ഉപയോഗിക്കാം. ഓക്കെ ആണോ? സ്ക്വയർ ഹോൾസ്, സ്ക്വയർ കോർണേഴ്സ് അത് നമുക്ക് കുഴപ്പമില്ല. റെക്ടാങ്കുലർ ഓപ്പണിങ്സും കീവേസ് ആൻഡ് സ്പ്ലൈൻസ് എന്ന് ചോദിച്ചാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം, സ്ക്വയർ ഫയൽ ഉപയോഗിക്കാം. അപ്പൊ ഈ 2 പോയിന്റ് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് റൗണ്ട് ഫയലാണ്. റൗണ്ട് ഫയലിന്റെ സെക്ഷൻ കണ്ടോ, റൗണ്ട് ആയിട്ടാണ് കണ്ടില്ലേ, റൗണ്ട് ഫയലിന്റെ സെക്ഷൻ. ഫോർ എൻലാർജിങ് സർക്കുലർ ഹോൾസ് ആൻഡ് ഫയലിംഗ് പ്രൊഫൈൽസ് വിത്ത് ഫില്ലറ്റ്. നമ്മുടെ ഹോൾസ്, സർക്കുലർ ഹോൾസ് ഒന്നുകൂടി വലുതാക്കണം, എൻലാർജ് ചെയ്യണം. അതുപോലെ തന്നെ ഫില്ലറ്റ് ഉള്ള പ്രൊഫൈലൊക്കെ ഫയൽ ചെയ്യണം. അതിന്റെ കർവായിട്ടുള്ള പ്രൊഫൈലൊക്കെ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ റൗണ്ട് ഫയൽ ഉപയോഗിക്കും. ഈ ഫയലിന്റെ നമ്മുടെ ലാബിലുള്ള ഫയലിന്റെ വീഡിയോസ് ഉണ്ട്, ഷോർട്ട്സ് ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് ഷേപ്പ് മനസ്സിലാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ ഷോർട്ട് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാവും. ഇതിന്റെ കണ്ടില്ലേ, ഇങ്ങനെയും നമുക്ക് ഫീഡ് കൊടുക്കണം, അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെയും കൂടി കൊടുക്കണം. കണ്ടോ, ഒന്ന് തിരിക്കുകയും കൂടി വേണം. അടുത്തത് ട്രയാങ്കുലർ ഫയലാണ്. സിമ്പിൾ ആണ്, സെക്ഷൻ കണ്ടില്ലേ. ഫോർ ഫയലിംഗ് കോർണേഴ്സ്, ഇത് തന്നെയാണ് നമ്മൾ സ്ക്വയർ ഫയലിലും കണ്ട്. സ്ക്വയർ ഫയലിൽ നമ്മൾ കണ്ടത് മാറിപ്പോകരുത്. ആൻഡ് ആംഗിൾസ് വിച്ച് ആർ മോർ ദാൻ 60 ഡിഗ്രി. കോർണേഴ്സും ആംഗിൾസും, എങ്ങനെയുള്ള ആംഗിൾസും കോർണേഴ്സും ആണ്, മോർ ദാൻ 60 ഡിഗ്രി. ഈ ഒരു ഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോർ ദാൻ 60 ഡിഗ്രി ഉള്ള
കോർണേഴ്സും ആംഗിൾസുമാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോർണേഴ്സ് ആൻഡ് ആംഗിൾസ് വിച്ച് ആർ മോർ ദാൻ 60 ഡിഗ്രി, ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ കോർണേഴ്സും ആംഗിൾസും മാത്രം നമുക്ക് ട്രയാങ്കുലർ ഫയൽ കൊണ്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നെക്സ്റ്റ് ആണ് നൈഫ് എഡ്ജ് ഫയൽ. ഫോർ ഫയലിംഗ് നാരോ ഗ്രൂവ്സ് ആൻഡ് ആംഗിൾസ് അബോവ് 10 ഡിഗ്രി. ഷാർപ്പ് ട്രയാങ്കുലർ ഷേപ്പാണ്, കണ്ടോ? ട്രയാങ്കുലർ ഫയലിന്റെ പോലെയല്ല, ഇവിടെ കണ്ടോ പക്ക ഷാർപ്പാണ്. ഇതിന്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ? ഇതിന്റെ കണ്ടോ? ട്രയാങ്കുലറിന്റെയും നൈഫ് എഡ്ജിന്റെയും വ്യത്യാസം ഷാർപ്പ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആംഗിൾ 10 ഡിഗ്രി മുകളിലുള്ളത്. അങ്ങനത്തെ ഗ്രൂവ്സും ആംഗിൾസും നമുക്ക് എന്ത് ചെയ്യാം? നൈഫ് എഡ്ജ് കൊണ്ട് ചോദിക്കാം. അപ്പൊ ഈ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മനസ്സിലാക്കി കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇനി അടുത്തത് ലാസ്റ്റ് ഷേപ്പ് ആണ്. 7 ഷേപ്പ് നമ്മൾ പഠിച്ച് അതിൽ ലാസ്റ്റ് ഷേപ്പ് ആണ് ഹാഫ് റൗണ്ട് ഷേപ്പ്. കണ്ടില്ലേ? ഹാഫ് റൗണ്ട് ആയിട്ടാണ് മുകളിൽ റൗണ്ട് ഫയലിന്റെ പകുതി ഭാഗം കട്ട് ചെയ്ത പോലെയാണ് കാണുന്നുണ്ടോ? ഇസ് ഇൻ എ ഷേപ്പ് ഓഫ് എ സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ്ഡ് ഫോർ ഫയലിംഗ് ഇന്റേണൽ കർവ്ഡ് സർഫസ്. ഇന്റേണൽ ആയിട്ടുള്ള കർവുള്ള സർഫസിന്, അതായത് ഇതുപോലത്തെ വർക്ക് പീസ്, ഇങ്ങനത്തെ ബിയറിന്റെ സാധനങ്ങള്, ഇന്റേണൽ കർവുള്ള ഗ്രൂവ്സ്, അതിനൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഫ് റൗണ്ട് ഫയൽ ഉപയോഗിക്കും. അപ്പൊ ഷേപ്പുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 7 ടൈപ്പ് ഷേപ്പാണ് അക്കോർഡിംഗ് ടു ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഫയൽസ് എങ്ങനെയാണ്, ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ഹൈ കാർബൺ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ലെങ്ത്, അവരുടെ ഗ്രേഡ്, അവരുടെ കട്ട്, അവരുടെ ഷേപ്പ്, 4 കാര്യങ്ങളുണ്ട്. 1 ലെങ്ത്, 2 ഗ്രേഡ്, 3 കട്ട്, 4 ഷേപ്പ്. അപ്പൊ അക്കോർഡിംഗ് ടു ദർ ലെങ്ത് ആയിട്ട് സ്പെസിഫൈ ചെയ്യാം, ഗ്രേഡ് ആയിട്ട്, കട്ടായിട്ട്, ഷേപ്പ് ആക്കിയിട്ട്. നെക്സ്റ്റ് ലെങ്ത് ഈസ് ദി. എവിടെ മുതൽ ഏത് വരെയുള്ളതാണ്? ഫ്രം ടിപ്പ് ഓഫ് എ ഫയൽ ടു ദി ഹീൽ. ടിപ്പ് കണ്ട, ഒരു മിനിറ്റ്, ഇവിടെ നമുക്ക് ടിപ്പ് എന്നും കൂടി പറയാം. ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയാം. ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ്. ഈ ടിപ്പ് മുതൽ ഹീല് വരെയുള്ള, ഈ ഹീല് കണ്ടില്ലേ? ഈ ഹീല് വരെയുള്ള ലെങ്തിന് ഇവിടെ കണ്ടോ ഫയൽ ലെങ്ത് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഫയൽ ലെങ്ത് എന്ന് നമുക്ക് വിളിക്കാം. ബോഡി പോർഷൻ ഈസ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. ബോഡി പോർഷൻ, ഈ കംപ്ലീറ്റ് ബോഡി പോർഷൻ നമുക്ക് എന്താണ്? ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. ബട്ട് ടാങ് ഈസ് ദി പാർട്ട് ദാറ്റ് ഈസ് നോട്ട് ഹാർഡൻഡ്. ടാങ് എന്ത് ചെയ്തിട്ടില്ല? ഹാർഡൻ ചെയ്തിട്ടില്ല. ടാങ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഷോൾഡർ പോലുള്ള അതിന്റെ ഷേപ്പ് മാറി വരുന്ന നമ്മുടെ ഹാൻഡിലേക്ക് കൊടുക്കുന്ന ആ ഭാഗം, അത് നമ്മൾ ഷോൾഡർ എന്ന് വിളിക്കും. അതിന് തൊട്ട് മുന്നുള്ള ഭാഗത്ത് നമ്മൾ ടാങ്ക് എന്ന് വിളിക്കും. ടാങ്കിന്റെ അവസാന ഭാഗമാണ് ഷോൾഡർ. മനസ്സിലാക്കണേ. ടാങ്കിന്റെ അവസാന ഭാഗമാണ് ഷോൾഡർ. ആ ഷോൾഡർ ആണ് നമ്മുടെ ഹാൻഡിന്റെ ഉള്ളിലേക്ക് പോവുക. ഷോൾഡർ ഇങ്ങനെ ഉണ്ടാവും, കണ്ടോ? ഷോൾഡർ ഇങ്ങനെ ഉണ്ടാവുക. എന്നിട്ട് ഒരു മെറ്റാലിക് റിങ്, ഫെറൂൾ എന്ന് പറയുന്ന റിങ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഉറപ്പിന് വേണ്ടി ഇടും. അപ്പൊ എഡ്ജ് എന്താണെന്ന് മനസ്സിലാക്കുക, സൈഡ് എന്താണെന്ന് മനസ്സിലാക്കുക. സൈഡ് അല്ലെങ്കിൽ ഫേസ് എന്ന് പറയും, ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയും. പിന്നെ ഫയൽ ലെങ്ത് PYQ ആണ്, MCQ. അപ്പോ ഇത്രയും കാര്യങ്ങളുണ്ട്. സ്പെസിഫിക്കേഷൻ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി എലമെന്റ്സ് ഓഫ് എ ഫയൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ചിത്രം തന്നെയാണ്. ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയും, നമ്മൾ കണ്ടില്ലേ? ദി എൻഡ് ഓപ്പോസിറ്റ് ടാങ്ക്. ടാങ്ക് എന്ന് പറയുമ്പോൾ ഈ ഫ്ലാറ്റ് ഭാഗം ഷേപ്പ് ചേഞ്ച് ആയി വരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കും? ടാങ്ക് എന്ന് വിളിക്കും. അതിന്റെ അറ്റ ഭാഗം നമ്മൾ എന്ത് വിളിക്കും? ഷോൾഡർ എന്ന് വിളിക്കും. ഓക്കെ ആണോ? അപ്പൊ ഈ ടാങ്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള എൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ എൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് വിളിക്കും. ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് വിളിക്കും. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഫേസ് ഓഫ് സൈഡ്. ദി ബോർഡ് പാർട്ട് ഓഫ് ദി ഫയൽ വിത്ത് ടീത്ത് കട്ട് ഓൺ ഇസ് സൈഡ്. ഇതിന്റെ ബോർഡ്, വീതി കൂടിയ ഭാഗം കണ്ടില്ലേ? അവിടെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടീത്തുകൾ കട്ട് ചെയ്യുക. ആ ടീത്ത് കട്ട് ചെയ്ത ആ ബോർഡ് സൈഡിന് നമ്മൾ എന്ത് വിളിക്കും? ഫേസ് അല്ലെങ്കിൽ സൈഡ്. ഫയൽ ഫേസ് അല്ലെങ്കിൽ ഫയൽ സൈഡ്. ഈ സൈഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വളരെ വളരെ ഡൗട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സൈഡും ഫേസും ഒന്നാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സൈഡ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത എഡ്ജ്. ദി തിൻ പാർട്ട് ഓഫ് ദി ഫയൽ വിത്ത് എ സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത്. ഇതിന് നേരെ ഈ ഭാഗത്ത് ഇവിടെ സിംഗിൾ കട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് ഹീല്. ദി പോർഷൻ ഓഫ് ദി ബോർഡ് പാർട്ട് വിത്തൗട്ട് ടീത്ത്. നമ്മുടെ ഫയലിൽ ഏകദേശം ഇതുവരെ മാത്രം നമ്മുടെ ഫേസ് അല്ലെങ്കിൽ സൈഡിൽ ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ ഭാഗം നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഭാഗമായിരിക്കും. ഇത്രയും ഭാഗം നമുക്ക് ടീത്ത് ഉണ്ടാവില്ല. ആ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഹീൽ എന്ന് വിളിക്കും. ഹീൽ കണ്ടില്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലാക്കി വെച്ചത്? ഹീൽ നമ്മളെ മുറിവൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ ഫയൽ ഇപ്പോൾ ആ ഭാഗത്ത് കൂടി നമ്മുടെ ടീത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഏകദേശം അവിടെ അല്ലേ വരിക.
അപ്പൊ നമ്മുടെ കൈ മുറിയാവും, അത് ഹീലാകാൻ ഇച്ചിരി പാടുണ്ട് എന്നൊക്കെ എഴുതി അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഹീൽ എന്തുകൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈക്കൊന്നും പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഭാഗത്ത് ടീത്ത് വരില്ല, ആ ടീത്ത് ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ ഹീൽ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഷോൾഡർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ടാങ്, ദി നാരോ ആൻഡ് തിൻ പാർട്ട് ഓഫ് എ ഫയൽ വിച്ച് ഫിറ്റ് ഇൻ ടു ഹാൻഡിൽ, ഹാൻഡിലേക്ക് പോകുന്ന ഈ ഭാഗത്ത് നമ്മൾ വിളിക്കും ടാങ് എന്ന് വിളിക്കും. ഹാൻഡിൽ, ഹാൻഡിൽ നമുക്കറിയാം ഫെറിയോൾ, ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് ആണ്. ഇനി നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് കട്ട്സ് ഓഫ് ഫയൽ. കട്ട്സ് 4 ടൈപ്പ് ഉണ്ട്, 4 ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കൊടുത്തിരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സിംഗിൾ കട്ട് ഉണ്ട്, ഡബിൾ കട്ട് ഉണ്ട്, റാസ്പ് കട്ട് ഉണ്ട്, കർവ്ഡ് കട്ട് ഉണ്ട്. ദി സെലക്ഷൻ ഓഫ് എ ഫയൽ വിത്ത് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കട്ട് ഈസ് ബേസ്ഡ് ഓൺ ദി മെറ്റീരിയൽ ടു ബി ഫയൽഡ്. ഏത് മെറ്റീരിയൽ ആണോ, ഹാർഡ് ആണോ, സോഫ്റ്റ് ആണോ, പ്ലാസ്റ്റിക് ആണോ, അങ്ങനത്തെ മെറ്റീരിയൽ ആണോ, തികച്ചും സോഫ്റ്റ് ആണോ, അങ്ങനത്തെ മെറ്റീരിയലിന്റെ സ്വഭാവം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫയലിന്റെ കട്ട് സെലക്ട് ചെയ്യുന്നത്. സിംഗിൾ കട്ട് ഫയൽസ് ആർ യൂസ്ഡ് ഫോർ ഫയലിംഗ് സോഫ്റ്റ് മെറ്റീരിയൽസ്. നമ്മുടെ കോപ്പർ, അലുമിനിയം അങ്ങനത്തെ സോഫ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് വേണ്ടിയിട്ട് സിംഗിൾ കട്ട് ഫയൽ മതിയാകും. ഓക്കെ ആണോ? നെക്സ്റ്റ് പോവാം. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് നോക്കാം. സിംഗിൾ കട്ട് ഫയൽ, സിംഗിൾ കട്ട് ഫയൽ നമ്മൾ കണ്ടാണ് ഷേപ്പിനനുസരിച്ച് സിംഗിൾ, ഡബിൾ, റാസ്പ്, കർവ്ഡ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ സിംഗിൾ കട്ട് ഫയൽ has rows of teeth cut in one direction along its face. One direction along its face. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഫേസ് ഇങ്ങനെ ഉണ്ട്, അതിന് എലോങ് ആയിട്ട് ഒരു ദിശയിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ടീത്ത് കട്ട് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രിയാണ്. കണ്ടോ, 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ് ആംഗിൾ. ഫോർ ഫയലിംഗ് സോഫ്റ്റ് മെറ്റൽസ് ലൈക്ക് ബ്രാസ്, അലുമിനിയം, ബോൺസ് ആൻഡ് കോപ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ് ആണ് ഇതും. ഈ 60 ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 60 ഡിഗ്രി കൊണ്ടാണ് ഈ ആംഗിൾ കട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങോട്ടാണ്, സെൻട്രൽ ലൈനോട്ടാട്ടോ. 60 ഡിഗ്രി സെൻട്രൽ ലൈനോട്ടാണ്. അതുപോലെ തന്നെ ഈ 4 പോയിന്റ് ബ്രാസ്, അലുമിനിയം, ബോൺസ്, കോപ്പർ. ഇനി സിംഗിൾ കട്ട് ഫയൽസ് ഡു നോട്ട് റിമൂവ് സ്റ്റോക്ക് ആസ് ഫാസ്റ്റ് ആസ് ഡബിൾ കട്ട് ഫയൽ. കാരണം ഡബിൾ കട്ടിന് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു കട്ടും കൂടി വരില്ലേ, അപ്പോൾ ഒരുപാട് കട്ടിംഗ് സർഫസ് വരും, അല്ലെങ്കിൽ ഫേസസ് വരും, അല്ലെങ്കിൽ പോയിന്റുകൾ വരും. കട്ടിംഗ് പോയിന്റ് ഒരുപാടാണ് ഡബിൾ കട്ടിൽ. അതുകൊണ്ട് തന്നെ സിംഗിൾ കട്ട് ഫയൽസ് ഡു നോട്ട് റിമൂവ് സ്റ്റോക്ക് ആസ് ഫാസ്റ്റ് ആസ് ഡബിൾ കട്ട് ഫയൽ. ഓക്കെ ആണ്. സർഫസ് ഫിനിഷ് ഒബ്റ്റൈൻഡ് ഈസ് മച്ച് സ്മൂത്തർ. പക്ഷേ സർഫസ് ഫിനിഷ് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും സിംഗിൾ കട്ട് ഫയൽ ആണെങ്കിൽ. ഇനി നെക്സ്റ്റ് ഡബിൾ കട്ട് ഫയൽ. ഡബിൾ കട്ട് ഫയൽ നമ്മൾ ഈ വരച്ച ചിത്രം തന്നെയാണ്. ഹാസ് 2 rows of teeth cut diagonal to each other. ഒരു കട്ടിന് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു കട്ട് കൂടി ഉള്ളതാണ് എന്ത്, ഡബിൾ കട്ട്. അപ്പൊ അതിൽ 2 കട്ട് ഉണ്ടാവും. ഫസ്റ്റ് റോ ഓഫ് ടീത്ത് ഇസ് കാൾഡ് ഓവർ കട്ട്. ഇതിൽ ഫസ്റ്റ് റോ ഇങ്ങനെയുള്ള ഫസ്റ്റ് റോനെ നമ്മൾ എന്ത് വിളിക്കും, ഓവർ കട്ട് എന്ന് വിളിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് കട്ട് ഈസ് ഓവർ കട്ട്. ഫസ്റ്റ് കട്ട് ഓവർ കട്ടാണ്. അതിന്റെ ആംഗിൾ 70 ഡിഗ്രിയാണ്. അതിന്റെ ആംഗിൾ 70 ഡിഗ്രിയാണ്. ഇനി അതർ കട്ട്, ഈ ഓവർ കട്ടിലേക്ക് ഈ കട്ടിന് ഫസ്റ്റ് കട്ടിന് ഡയഗണൽ ആയിട്ട് നമ്മൾ വേറൊരു കട്ട് കൂടി കൊടുക്കും. അതിനെ അപ്പ് കട്ട് എന്ന് വിളിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ അപ്പ് കട്ട് എന്ന് വിളിക്കും. അതിന്റെ ആംഗിൾ 51 ഡിഗ്രിയാണ്. അതിന്റെ ആംഗിൾ 51 ഡിഗ്രിയാണ്, 51 ഡിഗ്രിയാണ്. ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, 51 ഡിഗ്രി എന്ന് വിളിക്കും. അതിനെ അപ്പ് കട്ട് എന്ന് വിളിക്കും. ഇനി റിമൂവ് സ്റ്റോക്ക് ഫാസ്റ്റർ ദാൻ സിംഗിൾ കട്ട് ഫയൽ. അത് നമുക്കറിയാലോ, 2 കട്ട് വരുന്നതല്ലോ, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു തന്നെയല്ലോ. അപ്പോൾ സിംഗിൾ കട്ടിനെക്കാട്ടിലും ഫാസ്റ്റർ ആയിട്ട് സ്റ്റോക്സിനെ റിമൂവ് ചെയ്യും. നെക്സ്റ്റ് റാസ്പ് കട്ട് ഫയൽ. റാസ്പ് കട്ട് ഫയൽ ഹസ് ഇൻഡിവിജ്വൽ ഷാർപ്പ് പോയിന്റ് ടീത്ത് ഇൻ എ ലൈൻ. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓരോ മുള്ള് പോലെ എങ്ങനെ ഉണ്ടാവും, മുള്ള് പോലെ ഒരു ലൈനിൽ ഷാർപ്പ് പോയിന്റ് ടീത്ത് ഉണ്ടാവും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ വിളിക്കും റാസ്പ് കട്ട് എന്ന് വിളിക്കും. യൂസ്ഫുൾ ഫോർ ഫയലിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, വുഡ്, ലെതർ ആൻഡ് അതർ സോഫ്റ്റ് മെറ്റീരിയൽ. വുഡ്, ലെതർ അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC മുൻകൂട്ടി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വുഡ്, ലെതർ ആൻഡ് അതർ സോഫ്റ്റ് മെറ്റീരിയൽസിന് ഉപയോഗിക്കുന്ന ഫയൽ റാസ്പ് കട്ട് ഫയലാണ്. അതുപോലെ തന്നെ അവൈലബിൾ ഇൻ ഹാഫ് റൗണ്ട് ഷേപ്പ്. അവൈലബിൾ ഇൻ ഹാഫ് റൗണ്ട് ഷേപ്പ് ഇതും മുൻപ് PSC 2 തവണ റിപ്പീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ഫയൽ കർവ്ഡ് കട്ട് ഫയൽ. കർവ്ഡ് കട്ട് ഫയൽ ഹാവ് ഡീപ്പർ കട്ടിംഗ് ആക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നല്ല അടിയിലേക്ക് ഡീപ്പർ കട്ടിംഗ് ആക്ഷൻ ഉള്ള ഫയലാണ് ഇത്, കർവ്ഡ് കട്ട് ഫയൽ. യൂസ്ഫുൾ ഫോർ ഫയലിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ ലൈക്ക്, കണ്ടോ, അലുമിനിയം, ടിന്ന്, കോപ്പർ, പ്ലാസ്റ്റിക്. അതുപോലെ തന്നെ ഇതും വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത് മുൻകൂട്ടി 3 തവണ PSC ചോദിച്ചിട്ടുണ്ട്. അവൈലബിൾ ഓൺലി ഇൻ ഫ്ലാറ്റ് ഷേപ്പ്. കണ്ടോ, ഫ്ലാറ്റ് ഷേപ്പിൽ മാത്രമാണ് ഇത് കാണുക, നമ്മുടെ കർവ്ഡ് കട്ട് ഫയൽ കാണുക. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഷേപ്പാണ്, ഫയലിന്റെ ഷേപ്പാണ് ഇത്രയും കാലം നേരെ പറഞ്ഞത്. അല്ലെങ്കിൽ ഫയലിന്റെ കട്ട്, സോറി ഫയലിന്റെ കട്ടാക്കാം. ഫയലിന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു ആദ്യം 7
ഏത് ഷേപ്പ് പറഞ്ഞ് സ്ക്വയർ, ഹാഫ് റൗണ്ട് അങ്ങനെ പറഞ്ഞ് ഇത് ഫയലിലെ കട്ടാണ്, മാറി പോകരുത്. സിംഗിൾ കട്ട്, ഡബിൾ കട്ട്, റാസ്പ് കട്ട്, കർവ്ഡ് കട്ട്. അപ്പൊ നെക്സ്റ്റിലേക്ക് പോവാം. ഇനി ഫയൽ ഗ്രേഡ്സ്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ഫയൽ ഗ്രേഡ്. ഫയലിനെ സ്പെസിഫൈ ചെയ്യുന്ന മൂന്നാമത്തെ ഒരു കാര്യമാണ് ഫയൽ ഗ്രേഡ്. ഡിറ്റർമൈൻഡ് ബൈ സ്പേസിംഗ് ഓഫ് ദി ടീത്ത്. ടീത്തിനെ സ്പേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപേക്ഷിച്ചിട്ട് അതിൽ ഒന്നാമത്തെ നമ്മൾ വിളിക്കും റഫ് ഫയൽ, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്. ഇവിടെ സെക്കൻഡ് കട്ട് വരുമ്പോൾ നിങ്ങൾ ഫയൽ ഗ്രേഡ് അല്ല എന്ന് വിചാരിക്കരുത്, കട്ടാണെന്ന് വിചാരിക്കരുത്. ഈ കട്ട് എന്നുള്ള വാക്ക് കാണുമ്പോൾ അതുപോലെ സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്, റഫ്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്. ഓക്കെ ആണോ? ഈ റഫ് ഫയൽ എന്തിനാ ഉപയോഗിക്കുക? ഫോർ റിമൂവിങ് റാപ്പിഡ്ലി എ ലാർജർ ക്വാണ്ടിറ്റി ഓഫ് മെറ്റൽ. ഒരുപാട് പെട്ടെന്ന് റാപ്പിഡ്ലി നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് മെറ്റലിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? റഫ് ഫയൽ ഉപയോഗിക്കും. ആ സ്വഭാവങ്ങളില്ല, റഫ് ആയിട്ടാണ്. അപ്പൊ പെട്ടെന്ന് ആള് പോയിട്ട് പണി കഴിച്ചു വരും. ഫോർ ട്രിമ്മിങ് ദി റഫ് എഡ്ജസ് ഓഫ് സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിംഗ്. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിങ്ങിന് നമ്മൾ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫയൽ ഏതാണ്? റഫ് ഫയലാണ്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റഫ് ഫയലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിങ്ങിന്റെ റഫ് അഡ്ജസ് നമ്മൾ കാസ്റ്റിംഗ് മൗൾഡ് ബോക്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റത്തൊക്കെ ഉണ്ടാവുന്ന ആ റഫ് അഡ്ജസ് എന്ത് ചെയ്യണം, ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? റഫ് കട്ട് ഫയൽ ഉപയോഗിക്കും. ബസ്റ്റാർഡ്, ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ. ഇത് മാത്രം പഠിച്ചാൽ മതി നിങ്ങളെ, ഈ രണ്ട് വരി മാത്രം പഠിച്ചാൽ എന്താണ് ബസ്റ്റാർഡ്, ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് കട്ട് ഫയൽ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ സെക്കൻഡ് കട്ട്, അത് കട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ ആണോ? കട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്, അത് ഫയൽ ഗ്രേഡിൽ വരുന്നതാണ്. പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണിത്, പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു ഗിവ് എ ഗുഡ് ഫിനിഷ് ഓൺ മെറ്റൽ. മെറ്റൽസിന് ഗുഡ് ഫിനിഷ് നൽകാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? സെക്കൻഡ് കട്ട് ഫയൽ ഉപയോഗിക്കും. എക്സലന്റ് ടു ഫയൽ ഹാർഡ് മെറ്റൽ. ഹാർഡ് മെറ്റലിന്റെ ഫയൽ ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? സെക്കൻഡ് കട്ട് ഫയൽ. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? സെക്കൻഡ് കട്ട് ഫയൽ. യൂസ്ഫുൾ ഫോർ ബ്രിങ്ങിങ് ദി ജോബ്സ് ക്ലോസ് ടു ദി ഫിനിഷിംഗ് സൈസ്. നമുക്ക് ഡൗട്ട് ആവും കേട്ടോ, കാരണം അടുത്തും കൂടി വരുന്നുണ്ട്. എന്താണ്? ജോബ്സ് ഫിനിഷിംഗ് സൈസിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഫിനിഷിംഗ് സൈസ് ആക്കത്തില്ല, ഫിനിഷിംഗ് സൈസിനോട് അടുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ അടുത്തെത്തിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്ത് ഉപയോഗിക്കുള്ളൂ? സെക്കൻഡ് കട്ട് ഫയൽ ഉപയോഗിക്കുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിലേക്ക് തന്ന പോയിന്റ്, ഈ സ്ലൈഡ്സിലുള്ള പോയിന്റ് ഒക്കെ PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഫയലിനെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള രീതിയിലാണ് സ്ലൈഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് നോക്കാം. സ്മൂത്ത് ഫയൽ യൂസ്ഡ് ടു റിമൂവ്. സ്മൂത്ത് അല്ലേ, അതുകൊണ്ട് തന്നെ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ്. സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ഇയാൾ റഫ് അല്ല, സ്മോൾ ക്വാണ്ടിറ്റി ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇയാൾ സ്മൂത്ത് ആയത് കാരണം തന്നെ ഗുഡ് ഫിനിഷ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഡെഡ് സ്മൂത്ത് ആണ്. ടു ബ്രിങ്, കണ്ടോ ഈ ഒരു വാക്ക്, അക്യുറേറ്റ് സൈസ് വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷ്. നല്ല ഫിനിഷും ഉണ്ടാവും, നമ്മൾ അക്യുറേറ്റ് സൈസുക്കും എത്തുന്നതാണ് ആരാണ്? ഡെഡ് സ്മൂത്ത് ഫയലാണ്. അപ്പോൾ ഫയലിന്റെ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫയലിൽ മനസ്സിലാവുന്ന രീതിയിലാണ് സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫയലിന്റെ ഗ്രേഡ്സ്, കട്ട്, ഷേപ്പ് ഇവ മാറിപ്പോകരുത്. പിന്നെ ബാക്കി വീഡിയോ പിന്നെ കാണാം. ശരി, ബൈ.